തത്തമംഗലം ശ്രീകുറുമ്പക്കാവ് GUPS സ്കൂളിൽ മുൻ PTA-ക്കും പ്രധാന അധ്യാപികയ്ക്കുമെതിരെ അഴിമതി ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് ചിറ്റൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ചിറ്റൂർ AE ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മുനിസിപ്പൽ പരിധിയിലുള്ളവരും DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. ഈ സ്കൂളിൽ എന്താ അവിടുത്തെ PTA പ്രസിഡന്റ് ആയിരുന്നത് ഇവിടുത്തെ ജനപ്രതിനിധി K. കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള ആളാണ്. അദ്ദേഹമാണ് മന്ത്രിയുടെ കൂടെ ഒത്താശയോടുകൂടെ അവിടെ അഴിമതി നടത്തുന്നത്. ഈ ഓഫീസിലെ AEO വന്ന് അവിടെ പരിശോധന നടത്തി വളരെ വിശദമായ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ അഴിമതി, എത്ര രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്ന്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥരെ മന്ത്രി വിളിച്ചു പറഞ്ഞ് ആ അഴിമതി മറച്ച് അവിടെ ആ സ്കൂളിനെ കുറിച്ച് മറ്റ് പരാതികളെക്കുറിച്ച് അന്വേഷിക്കാനെന്ന് പ്രഹസനമായിട്ടാണ് ആ DDയുടെ വരവ് ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെല്ലാം ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിനോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ശക്തമായ രീതിയിൽ തന്നെ നിയമപരമായി തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് ചിറ്റൂർ നിയോജക മണ്ഡലങ്ങളെ പറ്റി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരത്തെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് നിർത്തുന്നു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് K. സാജൻ അധ്യക്ഷത വഹിച്ചു. സ്കൂളിൽ സ്റ്റേജ് നിർമ്മാണം സ്വകാര്യ പാർട്ടിയിൽ നിന്നും 15 ലക്ഷം സംഭാവന സ്വീകരിക്കുകയും 6,78,000 രൂപ പിൻവലിക്കുകയും ചെയ്തിട്ടുള്ളതായും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. കരാറുകാരനെ കൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്നും പെർമിറ്റ് എടുത്ത മുൻ PTA പ്രസിഡന്റ് ജനതാദൾ പ്രാദേശിക ലീഡറും സ്ഥലം മന്ത്രിയുടെ വിശ്വസ്തനും കൂടിയാണ്. സ്കൂളിലെ പ്രധാന അധ്യാപിക ചിറ്റൂർ ലോക്കൽ സെക്രട്ടറിയുടെ ജ്യേഷ്ഠന്റെ ഭാര്യയുമാണ്. DEO സ്കൂൾ സന്ദർശിക്കുകയും മധ്യസ്ഥതയിൽ അഴിമതി മൂടിവെക്കാൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്ന പക്ഷം തെളിവുകൾ പുറത്തുവിടാൻ തയ്യാറാണെന്ന് നേതാക്കൾ അറിയിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. മധു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെഫീഖ് അത്തിക്കോട്, ജില്ലാ ജനറൽ സെക്രട്ടറി A. ഷെഫീഖ്, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഉമാദേവി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ഭാരവാഹികളായ ഷാഹിദ് തണ്ണിശ്ശേരി, നിഷാന്ത് തണ്ണിശ്ശേരി, നവാസ് സഞ്ജയ് തുടങ്ങിയവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.